നമ്മുടെയൊക്കെ ഇടയിലെ പൈശാചിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന എത്രയോ ആളുകളുണ്ട്. അത് കേവലം ഈ പൈശാചിക ഉപദ്രവം കൊണ്ട് ഇളകുന്നവർ അങ്ങനെയുള്ള ആളുകളെ ഉദ്ദേശിച്ച് മാത്രമല്ല. പൈശാചിക ദുർബോധനം എന്ന് പറയുന്നൊരു സംഭവം അത് നമ്മുടെ കുടുംബജീവിതത്തെ, വ്യക്തിപരമായ ജീവിതത്തെ, നല്ലവണ്ണം അടുത്തിരുന്ന രണ്ട് സുഹൃത്തുക്കൾ തമ്മിലുള്ള ജീവിതത്തെ, ഇങ്ങനെ തുടങ്ങി നമ്മുടെ ജീവിതത്തിൻ്റെ നിഖിലങ്ങളായ മേഖലകളിൽ വളരെയധികം പ്രത്യാഘാതങ്ങൾ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്ന പൈശാചികമായ ദുർബോധനം കൊണ്ടാണത് സംഭവിക്കുന്നത് പോലും എന്നുപോലും അറിയാത്ത എത്രയോ ആളുകളുണ്ട്. നമ്മൾ കൃത്യമായി അതിനെക്കുറിച്ച് മനസ്സിലാക്കണം. യഥാർത്ഥത്തിൽ ഇസ്ലാമികമായിട്ട് നമ്മൾ ചിന്തിച്ചു നോക്കുമ്പോൾ നമുക്കിതിനെക്കുറിച്ചൊക്കെ കൃത്യമായ കാഴ്ചപ്പാടുകളുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതിനെക്കുറിച്ച് കൃത്യമായ അവബോധനം നമുക്ക് നൽകിയിട്ടുണ്ട്. ഇത് നമ്മുടെ ജീവിതത്തെ എങ്ങനെ ബാധിക്കുന്നു എന്ന് ചോദിച്ചാൽ, നല്ല സുഹൃത്തുക്കളായിരുന്ന രണ്ടാളുകൾ തമ്മിൽ അവർ പ്രശ്നങ്ങളിലാകുന്നു, അവർ അകൽച്ച തുടങ്ങുന്നു, അവർ ഭിന്നിപ്പിലാകുന്നു, വഴക്കാവുന്നു. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ നല്ല സ്നേഹത്തോടു കൂടെ ജീവിച്ചിരുന്ന ആളുകളായിരിക്കാം. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അല്ലെങ്കിൽ ഘട്ടം ഘട്ടമായിട്ട് ഭർത്താവോ ഭാര്യയോ തമ്മിൽ അകലുന്നു എന്ന് തോന്നിപ്പോകുന്നു. അങ്ങനെ അകൽച്ച സംഭവിക്കുന്നു. അതിൻ്റെ തുടക്കത്തിലൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങളായിരിക്കാം. പിന്നീട് അതിങ്ങനെ ഒരു കാരണവും ഇല്ലാണ്ട് അല്ലെങ്കിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ട് പരസ്പരം ഭിന്നിപ്പിലാകുന്നു. പരസ്പരം ത്വലാഖിൻ്റെ വക്കിൽ വരെ എത്തുന്നത് വരെ ഇത്തരം പൈശാചിക ദുർബോധനം കൊണ്ട് സംഭവിക്കാം. സ്വന്തം വീട്ടിലെ ഉമ്മയും മക്കളും തമ്മിൽ, ജ്യേഷ്ഠനും അനിയനും തമ്മിൽ, ഇങ്ങനെ തുടങ്ങിയിട്ട് രക്തബന്ധങ്ങൾ തമ്മിലുള്ള അകൽച്ചയൊക്കെ ഇത്തരം പൈശാചിക ദുർബോധന കൊണ്ട് സംഭവിക്കുന്നതുണ്ട്. അത്തരം കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അതിനെതിരെയുള്ള സൊല്യൂഷൻസ് നമ്മൾ കണ്ടെത്തിയിട്ട് അതിനെ പ്രതികരിക്കുക എന്നുള്ളതാണ് അതിൻ്റെയൊക്കെ ഒരു പരിഹാരം എന്നുള്ളത്. നമ്മൾ ഇന്ന് അത്തരം വിഷയങ്ങളെക്കുറിച്ചാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. നിങ്ങൾ കൃത്യമായി എടുത്ത് കാണാൻ വേണ്ടി ശ്രമിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ്. ചൊവ്വാഴ്ച നേരിട്ട് വരാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച 10 മണിക്കാണ്. വിളിച്ച് ബുക്ക് ചെയ്തതിൻ്റെ ശേഷം മാത്രമാണ് വരേണ്ടതെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പലരും വിളിക്കാതെ വരുന്നുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. ഇവിടെ ലിസ്റ്റിൽ പേരുണ്ടായാൽ മാത്രമേ നമ്മൾ നോക്കുള്ളൂ എന്ന് അറിയിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖൈറാത്തുകളിലേക്ക് നമ്മെ അടുപ്പിക്കട്ടെ. നമ്മൾ ഇത്തരം കാര്യങ്ങളും ഇത്തരം വിഷയങ്ങളൊക്കെ നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. വാട്സപ്പിൽ നമ്പർ സേവ് ചെയ്ത് വെച്ചവർക്ക് മാത്രം കാണാൻ സാധിക്കുന്നുണ്ട്. ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അവിടെ ശനി ഞായർ ദിവസങ്ങളിൽ നമ്മൾ ഇത്തരം വിഷയങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ ദർസിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷവും നമ്മൾ ഇതേപോലെ അപ്ഡേഷൻ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഈ വർഷവും അറിയിക്കുകയാണ്. നമ്മുടെ മക്കൾക്കൊക്കെ സ്കൂളിലെ ആനുവൽ എക്സാം കഴിഞ്ഞ് അവർ പുതിയ അധ്യയന വർഷത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ ആത്മീയാന്തരീക്ഷത്തിൽ ദീനീ ചിട്ടയിൽ നല്ല മക്കളെ വളർത്തണമെന്നാഗ്രഹിക്കുന്നവർക്ക് നമ്മുടെ ദർസിലേക്ക് ചേർക്കാവുന്നതാണ്. നമ്മൾ ഇവിടെ നിന്നവർക്ക് മതവും ഭൗതികവും അവർക്ക് ആവശ്യമുള്ള എല്ലാ വിഷയങ്ങളും അവരുടെ കഴിവിനനുസരിച്ച് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കും. തികഞ്ഞ അച്ചടക്കത്തോടുകൂടെ മാതാപിതാക്കൾ ആരാണ്, ഉമ്മയാരാണ്, ഉപ്പയാരാണെന്ന് മനസ്സിലാക്കി അറിഞ്ഞ് നല്ല രൂപത്തിൽ പെരുമാറുന്ന നല്ല സ്വഭാവമുള്ള മക്കളാക്കിയിട്ട് നമുക്ക് തിരിച്ചു തരാൻ സാധിക്കും. ഇതിനോടകം തന്നെ നമ്മുടെ ദർസിൽ പഠിക്കുന്ന മുതഅല്ലിമീങ്ങൾ വിവിധങ്ങളായ മേഖലകളിൽ കഴിവ് തെളിയിച്ചിട്ടുണ്ട്. വിവിധങ്ങളായ തലങ്ങളിൽ ഫസ്റ്റ് റാങ്ക് ഉൾപ്പെടെ നേടിയവരുണ്ട്. SSLC +2 തുടങ്ങിയ ക്ലാസ്സുകളിലൊക്കെ നല്ല മാർക്ക് വാങ്ങിച്ചവരുണ്ട്. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളെ വിശ്വാസത്തോടു കൂടെ ഏൽപ്പിച്ചു തരാവുന്നതാണ്. നമ്മുടെ ദർസിൽ പഠിക്കുന്ന മുതഅല്ലിമീങ്ങളുടെ വീഡിയോസും മറ്റുമൊക്കെ നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാകും. നല്ല മക്കളായി വളരാൻ നല്ല രൂപത്തിൽ തന്നെ അവരെ ചെറുപ്പത്തിലേ വളർത്തണം എന്നുള്ളതാണ്. ചിലപ്പോൾ നമ്മളൊക്കെ വിചാരിക്കും 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് ചേർക്കുക, അതൊക്കെ അല്ല അതിൻ്റെ ഒരു ടൈം എന്ന്. അല്ല, നമ്മുടെ കാലം അങ്ങനത്തെ ഒരു കാലമാണ്. മക്കളെ നേരത്തെ ചേർത്തുമ്പോഴാണ് അവർ ആ രൂപത്തിൽ നമുക്ക് കിട്ടുള്ളൂ. 10ാം ക്ലാസ്സൊക്കെ കഴിയുമ്പോഴേക്ക് നാട്ടിലൊക്കെ ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളൊക്കെ കൂട്ടുകെട്ടൊക്കെ ആയാൽ പിന്നെ അവർ ദർസിലേക്ക് വരാൻ കൂട്ടാക്കൊന്നുമില്ല. നമ്മൾ പലപ്പോഴും കാണുന്നതാണ്. ഇപ്പോഴത്തെ ഒരു കാലം അറിയാലോ, കള്ളിനും കഞ്ചാവിനും ലഹരിക്കും മദ്യത്തിനൊക്കെ അടിമപ്പെട്ട് കുത്തഴിഞ്ഞ് ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ നല്ല രൂപത്തിൽ നല്ല ചിട്ടയിൽ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് നാളെ നമ്മുടെ ഖബറും പുറത്ത് വന്നിട്ട് സലാം പറയുന്ന സ്വാലിഹീങ്ങളായ മക്കളാവണമെന്നല്ലേ. ഇൻഷാ അല്ലാഹ് താല്പര്യമുള്ളവർക്ക് ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അഡ്മിഷൻ എന്ന് ടൈപ്പ് ചെയ്താൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ആവശ്യമുള്ള സംശയങ്ങളൊക്കെ അതിൽ ചോദിക്കാവുന്നതാണ്. വളരെ പെട്ടെന്ന് തന്നെ അഡ്മിഷന് പേര് തരണം. നമ്മൾ നിശ്ചിത ആളുകളെ മാത്രമേ എടുക്കുള്ളൂ എന്നുള്ളത് അറിയിക്കുകയാണ്.
നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. പൈശാചിക ദുർബോധനം, പിശാചിൻ്റെ ശല്യം, ആ പൈശാചിക സ്വാധീനം നമ്മുടെ ജീവിതത്തിലേക്ക് എങ്ങനെയൊക്കെയാണ് സംഭവിക്കുക എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ടത് മനസ്സിലാക്കണം. നമ്മുടെ ജീവിതത്തിൽ കുടുംബ ബന്ധങ്ങൾ തകരുന്നതിന് പിന്നിൽ, നമ്മുടെ വ്യക്തിബന്ധങ്ങൾ തകരുന്നതിന് പിന്നിൽ, നല്ലോണം അടുത്തിരുന്ന സൗഹൃദ ബന്ധം തകർച്ചയായതിന് പിന്നിൽ ഒക്കെ പൈശാചികമായൊരു ദുർബോധനം ചിലപ്പോഴൊക്കെ സംഭവിച്ചുകൊണ്ടേയിരിക്കാം. അപ്പോൾ പ്രകൃതി ഗുണങ്ങളിലും സ്വഭാവശീലങ്ങളിലും വിധിവിലക്കുകളുടെ കാര്യത്തിലുമെല്ലാം സാമ്യതയുള്ള രണ്ട് സഹോദര വർഗങ്ങളാണ് മനുഷ്യരും ജിന്നുകളും. അപ്പോൾ മനുഷ്യരും ജിന്നുകളും തമ്മിൽ അടുപ്പവും ബന്ധവും ഉണ്ടാകാമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ തന്നെ സാധിക്കുന്നുണ്ട് ഈ വിഷയങ്ങളിൽ നിന്ന്. ജിന്നിലേക്ക് ദൂതന്മാരായി നിയോഗിക്കപ്പെട്ടുള്ളതും മനുഷ്യന്മാരായ പ്രവാചകന്മാരെ ആയിരുന്നു. ജിന്നുവർഗത്തിൽ നിന്ന് ഒരു പ്രവാചകനും നിയുക്തനായിട്ടില്ല. മനുഷ്യവർഗത്തിൽ നിന്ന് മാത്രമാണ് പ്രവാചകന്മാരുണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആൻ അത് വളരെ കൃത്യമായി പറയുന്നുണ്ട്. പൈശാചിക വിഷയങ്ങളുമായി ബന്ധപ്പെട്ട്, ശൈത്വാനിൻ്റെ ഷെറുകളുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആയത്തുകൾ നമുക്ക് വിശുദ്ധ ഖുർആനിലൂടെ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ശപഥം ചെയ്തിറങ്ങിയതാണ് യഥാർത്ഥത്തിൽ ഇബ്ലീസ് എന്ന് പറയുന്നത്. മനുഷ്യനെ വഴിപിഴപ്പിക്കാനും വഴിതെറ്റിക്കാനും അവനെ പ്രശ്നത്തിലാക്കാനും ബുദ്ധിമുട്ടിലാക്കാനും ശപഥം ചെയ്തിറങ്ങിയതാണ് ഷെയ്ത്വാൻ, ഇബ്ലീസിൻ്റെ കൂട്ടാളികൾ, ഷെയ്ത്വാനിൻ്റെ കൂട്ടാളികളൊക്കെ അതിനു വേണ്ടി വഴിതെറ്റിക്കാനായി, പരസ്പരം ഭിന്നിപ്പിലാക്കാൻ, പരസ്പരം വഴക്കിലാക്കാൻ, പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലുമാക്കാൻ, അള്ളാഹുവിനെ തൊട്ട് അകന്നു നിൽക്കാൻ, നല്ല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അകറ്റി നിർത്താൻ വേണ്ടിയിട്ട് ശപഥം ചെയ്തിറങ്ങിയതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല വഴിതെറ്റിപ്പിക്കാനായി പരീക്ഷണാർത്ഥം അള്ളാഹു ആയുസ്സും അവസരവും നൽകി നിശ്ചയിച്ചത് ഇബ്ലീസിനെയും മക്കളെയും ജിന്നുകളാണെന്നും ഇബ്ലീസും പിശാചും മനുഷ്യൻ്റെ ആജന്മ ശത്രുവാണെന്നും വിശുദ്ധ ഖുർആൻ വ്യക്തമായി പ്രസ്താവിച്ചിട്ടുണ്ട്. അത് അനിഷേധ്യമായ സത്യവുമാണ്. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ശപഥം ചെയ്തിറങ്ങിയപ്പോൾ അതിന് മുന്നിട്ടിറങ്ങിയതാണ് യഥാർത്ഥത്തിൽ ഷെയ്ത്വാനും ഷെയ്ത്വാനിൻ്റെ കൂട്ടരും ഇബ്ലീസും ഒക്കെ. ഇതിനുള്ള എല്ലാവിധ സിദ്ധികളും കഴിവുകളും ഇബ്ലീസിന് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിക്കൊണ്ടാണ് വെല്ലുവിളിക്കുന്നത്. അപ്പോഴാണ് ഒരു വെല്ലുവിളിയാകാം. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ വേണ്ടി കൽപ്പിക്കുകയും സുജൂദ് ചെയ്യാതെ ഫസജദൂ ഇല്ലാ ഇബ്ലീസ്, വിശുദ്ധ ഖുർആൻ പറയുന്നതാണ്, ഇബ്ലീസ് ഒഴികെ എല്ലാവരും സുജൂദ് ചെയ്തു. അബാ വസ്തക്ബറ, ഇബ്ലീസ് വിലങ്ങി നിന്നു, അവൻ കിബ്ർ കാണിച്ചു. അപ്പോൾ അങ്ങനെ ശപഥം ചെയ്തിറങ്ങിയതാണ്. അപ്പോൾ അള്ളാഹു ആ ശപഥം ചെയ്തത് അങ്ങനെ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അള്ളാഹു കഴിവ് കൊടുത്തിട്ടാണ് പറയുന്നത്. അതിനുള്ള എല്ലാ കഴിവുകളും കൊടുത്ത് ഒരു വെല്ലുവിളി കണക്കെ അള്ളാഹു വെല്ലുവിളിച്ചതാണ്. നിനക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നീ അങ്ങനെ ചെയ്യ്, ഞാനൊന്ന് നോക്കട്ടെ. നിനക്ക് ഞാൻ അന്ത്യനാളിൻ്റെ നിശ്ചിത സമയം വരെ മനുഷ്യ മക്കളെ വഴിതെറ്റിക്കാനുള്ള അവസരവും ആയുസ്സും നൽകിയിരിക്കുന്നു. നീ അവരിലേക്ക് ചൊല്ലുക. നിനക്കും അവരിൽ നിന്ന് നിന്നോട് പിൻപറ്റുന്നവർക്കും നരകമാണ് ശിക്ഷ. ഇതൊക്കെ വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തിലുള്ളതാണ്. സൂറത്തുൽ ഇസ്രാ നോക്കിയാൽ നമുക്ക് കൃത്യമായി കാണാൻ സാധിക്കും. ഖാല ഇദ്ഹബ് ഫമൻ തബിഅക മിൻഹും ഫഇന്ന ജഹന്നമ ജസാഉകും ജസാഅം മൗഫൂറ. നിനക്കും നിന്നോട് പിൻപറ്റിയവർക്കുമാണ് നരകം തയ്യാർ ചെയ്തിട്ടുള്ളത്. നിന്റെ സംഗീതവും നിന്റെ ഉപകരണങ്ങളും നിന്റെ വിനോദവും കൊണ്ടുൾ മനുഷ്യമക്കളിൽ നിന്നാവുന്നവരെയൊക്കെ നീ ആകർഷിച്ചു കൊണ്ടേയിരിക്കുക. നിന്റെ കാലാൾപ്പടയെയും കുതിരപ്പടയെയും എല്ലാം അവർക്കെതിരെ നിനക്ക് തിരിച്ചുവിടാം. അവരുടെ സമ്പത്തുകളിലും മക്കളിലുമെല്ലാം നിനക്ക് പങ്കുപറ്റാം. മോഹന വാഗ്ദാനങ്ങൾ നൽകി അവരെ വഞ്ചിക്കാൻ നോക്കുക. എന്നാൽ എൻ്റെ ഇഷ്ടദാസന്മാരുടെ മേൽ നിനക്ക് യാതൊരു അധികാരവും ലഭിക്കുന്നതല്ല. സൂറത്തുൽ ഇസ്രായിൻ്റെ 63 മുതൽ 65 വരെയുള്ള ആയത്തുകളിൽ ഈ ഒരു വാക്യം നമുക്ക് കാണാൻ സാധിക്കും. അള്ളാഹു പറയുന്നുണ്ട്, ഇന്ന ഇബാദി ലൈസ ലക അലൈഹിം സുൽത്താൻ. എൻ്റെ ഇഷ്ടപ്പെട്ട എൻ്റെ അടിമകളുണ്ട്, ആ അടിമകളെ നിനക്കൊരു ചുക്കും ചെയ്യാൻ പറ്റൂല എന്ന് പറയുന്നുണ്ട്. അതാണ് നമ്മുടെ ഇന്നത്തെ വിഷയത്തിൻ്റെ പ്രാധാന്യവും. ഏത് പൈശാചിക ഉപദ്രവവും ഷെയ്ത്വാനിൻ്റെ പ്രശ്നങ്ങളൊക്കെ മറികടക്കാനുള്ള നല്ല സൊല്യൂഷൻസ് ഇവിടെ പറഞ്ഞു തരുന്നുണ്ട്. നിങ്ങൾ കൃത്യമായിട്ടത് മനസ്സിലാക്കാം. ഷെയ്ത്വാൻ അതിനു വേണ്ടിയിട്ട് എല്ലാ വിഷയങ്ങളിലും വശാരിക്കുഹും ഫിൽ അംവാലി വൽ ഔലാദ്, നമ്മുടെ മക്കളിൽ നമ്മുടെ സമ്പത്തിൽ എന്തെല്ലാം വിഷയങ്ങളിൽ ഇടപെട്ടിട്ട് നശിപ്പിക്കാനും ബുദ്ധിമുട്ടാക്കാനും പ്രശ്നങ്ങളിലാക്കാനും അവർ ശ്രമിച്ചു കൊണ്ടേയിരിക്കും. അങ്ങനെ ശ്രമിക്കാനും അള്ള പറയുന്നുണ്ട് വെല്ലുവിളി എന്നോണം. അപ്പോൾ നമ്മുടെ കുടുംബജീവിതത്തിലും നമ്മുടെ മക്കളിലും നമ്മുടെ എല്ലാ വിഷയങ്ങളിലും
പൈശാചിക ദുർബോധനയും പൈശാചിക ഉപദ്രവങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. പക്ഷെ അള്ളാഹ് തന്നെ അവിടെ പറയുന്നുണ്ട്, ഇന്ന ഇബാദി ലൈസ ലക അലൈഹിം സുൽത്താൻ വകഫാ ബിറബ്ബിക വകീല. എൻ്റെ ഇഷ്ടപ്പെട്ട അടിമകളുണ്ട്, എൻ്റെ അടിമകൾ, എൻ്റെ ഇഷ്ടദാസന്മാർ, അവർക്ക് മേൽ യാതൊരു അധികാരവും നിനക്ക് ചെലുത്താൻ സാധിക്കുകയില്ല എന്നല്ല പറയുന്നുണ്ട്. നോക്കൂ, ആരാണ് അള്ളാഹുവിൻ്റെ ഇഷ്ടപ്പെട്ട ദാസന്മാർ? ഞാൻ ഇൻഷാ അല്ലാഹ് പൈശാചിക മേഖലകളൊക്കെ വിശദീകരിക്കണം. അതിൻ്റെ മുമ്പ് ഇതൊന്ന് പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ആരാണ് അള്ളാഹുവിൻ്റെ ഇഷ്ടമുള്ള ദാസന്മാർ? അവർ അമ്പിയാക്കളാണ്, അവർ ഔലിയാക്കളാണ്. അവരെല്ലാം എല്ലാ മനുഷ്യരെയും ആകർഷിക്കുവാനും വഴിതെറ്റിക്കുവാനും അവരുടെ മക്കളിലും സമ്പത്തുകളിലും പങ്കുപറ്റാനും അധികാരവും കഴിവും നൽകിക്കൊണ്ട് അള്ളാഹു മനുഷ്യൻ്റെ ആജന്മ ശത്രുവായി നിശ്ചയിച്ച ഇബ്ലീസിനും പിശാചുകൾക്കും ഇതിന് കഴിയില്ലെങ്കിൽ മനുഷ്യവർഗത്തെ അവരെ കൊണ്ട് പരീക്ഷിച്ചതിനർത്ഥം എന്താണുള്ളത്? മനുഷ്യൻ്റെ എല്ലാ കർമ്മങ്ങളിലും ഇടപാടുകളിലും പിശാചുക്കൾക്ക് സ്വാധീനമുള്ളത് കൊണ്ടാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന് ചില പ്രത്യേക ദിക്റുകളൊക്കെ ചൊല്ലാൻ വേണ്ടി നമ്മളോട് പറഞ്ഞത്. നാം ഇടപെടുന്ന മേഖലയിൽ നമ്മളൊരു കച്ചവടം തുടങ്ങുകയാണ്, നമ്മളൊരു ബിസിനസ് തുടങ്ങുകയാണ്, നമ്മുടെ വൈവാഹിക വിഷയത്തിലേക്ക് ഇറങ്ങുകയാണ്, നമ്മൾ ദാമ്പത്യ ജീവിതത്തിലേക്ക് ഇറങ്ങുകയാണ്, നമ്മൾ കുടുംബ ജീവിതത്തിലേക്ക് ഇറങ്ങുകയാണ്, നമ്മൾ മക്കൾ സ്കൂളിലേക്ക് പഠിക്കാൻ വേണ്ടി പോവുകയാണ്. ഇങ്ങനെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നോ ആ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും പിശാചിൻ്റെ ഒരു ഇടപെടലുണ്ട്, പൈശാചിക ഉപദ്രവങ്ങളുണ്ട്, പൈശാചിക ബുദ്ധിമുട്ടുകൾ ആ മേഖലകളിലൊക്കെ ഉണ്ടാകും എന്നുള്ളത് കൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അള്ളാഹുവിൻ്റെ വഹയ്യ് കൊണ്ടല്ലാതെ പറയാത്ത അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എത്രയോ തവണ പറഞ്ഞിട്ടുണ്ട്, ബിസ്മി ചൊല്ലിക്കൊണ്ട് ഏത് പ്രവൃത്തിയും ആരംഭിക്കാൻ. അതെന്തിനാണ് അങ്ങനെ പറയുന്നത്? അത് പൈശാചിക ഉപദ്രവങ്ങളും പൈശാചിക ബുദ്ധിമുട്ടുകളും ഇല്ലാതെ നല്ല ബറക്കത്തുണ്ടാവാൻ വേണ്ടിയിട്ടാണ്. അള്ളാഹുവിൻ്റെ നാമം ഉച്ചരിച്ചും പ്രത്യേകമായ ദിക്റുകൾ ചൊല്ലിയിട്ടും ഉരുവിട്ടുമൊക്കെ നമ്മൾ ഓരോ വിഷയത്തിലേക്ക് ഇറങ്ങുമ്പോൾ പിശാചിൻ്റെ ഉപദ്രവത്തിൽ നിന്നും രക്ഷ നേടാൻ കഴിയും എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ നിർവഹിക്കുന്നത്. അപ്പോൾ പൈശാചികമായ ഉപദ്രവം ഉണ്ടാകും എന്നുള്ളത് കൊണ്ടാണ് പ്രത്യേകമായ കാവലിനുള്ള മന്ത്രങ്ങൾ, അതിനുള്ള ദിക്റുകൾ, ദുആകൾ, നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ, നമ്മൾ പാനീയം കുടിക്കുമ്പോൾ, നമ്മൾ പാത്രങ്ങൾ അടച്ചു വെക്കുമ്പോൾ, നമ്മൾ കിച്ചണിൽ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലേക്ക് ഇടപെടുമ്പോഴൊക്കെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രത്യേകമായിട്ട് നമ്മോട് നിർദ്ദേശിച്ചത് ഇത്തരം ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ടാണ്. അത് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഇസ്രായിൽ നേരത്തെ നമ്മൾ ഓതിയ ആ ആയത്തുമായി ബന്ധപ്പെട്ട് നമ്മുടെ എല്ലാ മേഖലകളിലും പൈശാചികമായ ഒരു പ്രയാസവും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകുമെന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കേവലം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് പിശാചിന് നമ്മുടെ മേൽ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകാതിരിക്കാൻ, ഒരു ദുർബോധനവും നമ്മുടെ ഹൃദയത്തിലേക്ക് മനസ്സിലേക്ക് നൽകാതിരിക്കാൻ വേണ്ടിയിട്ട് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവിടുന്ന് കൃത്യമായി ചില കാര്യങ്ങൾ നമ്മോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. നിങ്ങൾക്കറിയുമോ, പിശാചു തൻ്റെ സിംഹാസനം വെള്ളത്തിനുമേൽ, സമുദ്രത്തിനുമേൽ വെക്കും, ശേഷം തൻ്റെ സൈന്യങ്ങളെ മനുഷ്യരിലേക്ക് പറഞ്ഞേക്കും. ഇങ്ങനെ നിയോഗിക്കപ്പെടുന്ന സൈന്യത്തിൽ നിന്ന് ജനങ്ങളെ നാശപ്പെടുത്തുന്നതിൽ ഏറ്റവും വലിയവനാരോ അവനാണ് ഇബ്ലീസിൻ്റെ സമീപം ഏറ്റവും പദവിയുള്ളവൻ. പിശാച് ഒരു കൂട്ടമാണ്. അതിൽ അവരിങ്ങനെ ഓരോരുത്തരിങ്ങനെ പറഞ്ഞേക്കും. അതിൻ്റെ നേതാവ് ഇബ്ലീസ് എല്ലാവരും ഇങ്ങനെ ഒരുപാട് സൈന്യങ്ങളുണ്ട്. ആ സൈന്യങ്ങളിൽ നിന്ന് ഓരോരുത്തരെയും പറഞ്ഞേക്കും. വെള്ളത്തിന് മുകളിൽ ഇങ്ങനെ നിൽക്കും അവർ, എന്നിട്ട് ഓരോരുത്തരെ പറഞ്ഞേക്കും. അങ്ങനെ പറഞ്ഞയച്ചിട്ട് ആരാണോ മനുഷ്യരെ ഏറ്റവും കൂടുതൽ കുഴപ്പത്തിലും ഭിന്നിപ്പിലും പ്രശ്നങ്ങളിലും ആക്കുന്നത്, അവരിറങ്ങിപ്പോവുകയാണ് ഓരോ വീട്ടിലേക്ക്, ഓരോ സ്ഥലങ്ങളിലേക്ക് ഇറങ്ങിപ്പോയിട്ട് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു, പ്രതിസന്ധികൾ ഉണ്ടാക്കുന്നു, പരസ്പരം ഭിന്നിപ്പിലാക്കുന്നു, അങ്ങനെ കുടുംബ ബന്ധം തകർക്കുന്നു. ഇങ്ങനെ തിരിച്ചു വരുമ്പോൾ ആരാണോ ഏറ്റവും കൂടുതൽ കുഴപ്പമുണ്ടാക്കിയത് അവരാണ് ഇബ്ലീസിൻ്റെ ഏറ്റവും അടുത്ത സമീപസ്ഥരായിട്ടുള്ള ഏറ്റവും അടുത്ത പദവിയിലുള്ളയാൾ. അവരിൽ ഇങ്ങനെ പോയിട്ടുള്ള ആൾക്കാർ വന്ന് പറയും, ഞാൻ ഇന്ന മനുഷ്യനെ സമീപിച്ചു, അവനെ കിട്ടുന്നില്ല, അവനെ വിടാതെ ഒപ്പം കൂടി. അങ്ങനെ ഞാൻ വരുമ്പോൾ അവർ ഇന്നിന്ന വാക്കുകൾ പറയുകയാണ്. ഇബ്ലീസ് പ്രതികരിക്കും, അത് മതിയായില്ല, നീ ഒന്നും ചെയ്തിട്ടില്ല. മറ്റൊരാൾ വന്നിട്ട് പറയും, ഞാനിങ്ങനെ ഇന്നാലിന്ന മനുഷ്യൻ്റെ കൂടെ കൂടി അവനെയും അവൻ്റെ വീട്ടുകാരെയും തമ്മിൽ തെറ്റിച്ചിരിക്കുന്നു, അപ്പോൾ അവർ പിണക്കത്തിലായിരിക്കുന്നു. തത്സമയം ഇബ്ലീസ് പിശാചിനെ തന്നോടടുപ്പിക്കുകയും ചേർത്ത് നിർത്തുകയും അതെ നീയാണ് ഏറ്റവും കൂടുതൽ ബഹുമാനമുള്ളവൻ എന്ന് അഭിനന്ദിക്കുകയും ചെയ്യും. ഇത് ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസിലുള്ളതാ.
അപ്പോൾ നോക്കൂ, ഷെയ്ത്വാനിൻ്റെ ഒരു ഷെറും ബുദ്ധിമുട്ടൊക്കെ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ ഉണ്ടാകും എന്നുള്ളത് ഹദീസിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ പറയുന്നത്. ഇബ്ലീസ് ഒന്ന് ശപഥം, നിങ്ങളാ പോയിന്റിലേക്ക് ഇങ്ങനെ മനസ്സിലാക്കി വരിക. ഇബ്ലീസ് ശപഥം ചെയ്തിറങ്ങിയതാണ് നമ്മളെ പിഴപ്പിക്കുന്നുള്ളത്, ഭിന്നിപ്പിലാക്കും, കുഴപ്പത്തിലാക്കും. നമ്മുടെ കുടുംബജീവിതത്തിലൊക്കെ സംഭവിക്കുന്ന പല പിണക്കങ്ങളും പല വൈരാഗ്യങ്ങളും പല ദേഷ്യങ്ങളൊക്കെ ഇതുമൂലം വന്നതായിരിക്കും. നിങ്ങൾ നോക്കൂ, ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് ഇമാം അഹമ്മദ് ഉദ്ധരിക്കുന്നുണ്ട്, നിസ്കരിക്കുന്ന വിശ്വാസികൾ ഇബാദത്ത് ചെയ്യുന്ന കാര്യത്തിൽ തീർത്തും പിശാച് നിരാശനാണ്. ഒരാൾ ഇബാദത്ത് ചെയ്യുമ്പോൾ അവർക്കിടയിൽ കുഴപ്പവും വക്കാണവും ഉണ്ടാക്കി കൂടുന്നതിലാണ്, അവർ ഭിന്നിപ്പിലാകുന്നതിലാണ്, അവനിപ്പോൾ അവരിങ്ങനെ ഒരുമിച്ച് കൂടുന്നതിലാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടും പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതിൽ വലിയ നിരാശയാണ് അവർക്കുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തൊരു സംഭവം ഉണ്ടായി, ഇമാം അഹമ്മദ് ഉദ്ധരിക്കുന്നുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കഴുതയുടെ പുറത്ത് കഴുതയുടെ ചില ചലനങ്ങൾ കാരണമായിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ താഴെ വീണു എന്നുള്ളതാണ്. അപ്പോൾ പിന്നിലിരിക്കുന്ന ആൾ പറഞ്ഞു, ഇത് പിശാചിൻ്റെ പ്രവർത്തനം തന്നെയാണെന്ന് പറഞ്ഞു. അപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നീ അങ്ങനെ പറയരുത് കേട്ടോ, അങ്ങനെ പറഞ്ഞാൽ പിശാച് അഹങ്കരിക്കും. അവൻ പറയും, എൻ്റെ കഴിവ് കൊണ്ടാണ് ഞാൻ യാത്രികനെ വീഴ്ത്തിയത്. അതേസമയം നീ ബിസ്മില്ല എന്ന് പറഞ്ഞാൽ അവൻ നീച്ചയെപ്പോലെ ചെറുതാകും. അപ്പോൾ നോക്കൂ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു സംഭവം നമ്മൾ കേട്ടല്ലോ. അപ്പോൾ പൈശാചികമായ ഉപദ്രവവും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും എന്നുള്ളത് മനസ്സിലായില്ലേ? അപ്പോൾ അത്തരം പൈശാചികമായ ഉപദ്രവങ്ങളും ഇല്ലാതിരിക്കാനുള്ള ഒരു മാർഗ്ഗമാണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അതിൻ്റെ കൂട്ടത്തിൽ നീ ബിസ്മി അങ്ങ് ചൊല്ലിയിരുന്നെങ്കിൽ അതങ്ങ് ഇല്ലാണ്ടായി പോകുന്നുള്ളത്. രണ്ടാളുകൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്ത് വെച്ച് ഭയങ്കര തിരക്ക്, ഭയങ്കര വക്കാണം, വഴക്കൂടുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ദേഷ്യത്തിൽ പെരുമാറണം. അവരിൽ ഒരാളുടെ മുഖം ചുവന്ന് ദേഷ്യത്തോടെ അവരനെ തെറി പറഞ്ഞുകൊണ്ടിരിക്കണം, അസഭ്യം പറഞ്ഞുകൊണ്ടിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരു വാക്ക് ഞാൻ നിങ്ങളെ പഠിപ്പിക്കാം. ആ ദേഷ്യപ്പെടുന്നയാൾ ഈ വാക്ക് പറഞ്ഞാൽ അയാളുടെ ദേഷ്യവും വികാരവും പമ്പ കടക്കും. അയാൾ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് ചൊല്ലിയാൽ മതിയായിരുന്നു. കേട്ടവർ ഇത് ദേഷ്യപ്പെടുന്നയാളോട് പറഞ്ഞപ്പോൾ അയാൾ കോപത്തോടെ പറഞ്ഞു, ഞാൻ ഭ്രാന്തനൊന്നുമല്ല എന്നുള്ളത്. അപ്പോൾ പൈശാചിക ഉപദ്രവത്തിൽ നിന്ന് രക്ഷ നേടാൻ ബിസ്മി വലിയ മന്ത്രമാണ്, അത് നിസാരമായി കാണരുത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ താക്കീതായി പറഞ്ഞതാണ്. അതേപോലെ തന്നെ താഴ്വൂദ്, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറയുക. ഇനി നോക്കൂ, വല്ലവനും തൻ്റെ ഇടം കൈകൊണ്ട് ഭക്ഷിച്ചാൽ പിശാചും തന്നോടൊപ്പം ചേർന്ന് ഭക്ഷിക്കും, ഇടം കൈകൊണ്ട് കുടിച്ചാൽ പിശാചും തന്നോടൊപ്പം ചേർന്ന് കുടിക്കും. ഇമാം അഹമ്മദ് ഉദ്ധരിക്കുന്ന ഹദീസാണ്. അപ്പോൾ പിശാചിൻ്റെ ഒരു സാന്നിധ്യം ഉണ്ടാകും, പൈശാചികമായ ദുർബോധന നമുക്ക് വരാൻ കാരണമാകും, പൈശാചികമായ ഉപദ്രവം ഉണ്ടാകാൻ കാരണമാകും. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിൽ ബറക്കത്ത് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് നമ്മുടെ മക്കൾക്കൊക്കെ, ചെറിയ മക്കൾക്കൊക്കെ അവർക്ക് അറിയൂല, അവർക്ക് നമ്മൾ കൊടുക്കുമ്പോൾ ബിസ്മില്ലാഹി റഹ്മാനിർ റഹീം എന്ന് പൂർണ്ണമായിട്ടും ചൊല്ലിയിട്ട് കൊടുക്കുക. അതിൽ വലിയ ബറക്കത്തുണ്ട്. എത്ര ഹദീസിലെന്നറിയോ? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, പോകട്ടെ, ഏതേതു കാര്യങ്ങൾക്കും ബിസ്മി ചൊല്ലി തുടങ്ങാത്ത എന്തുണ്ട്? അതിൽ ബറക്കത്തില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൃത്യമായി എടുത്തു പറഞ്ഞതാ. ബിസ്മി ചൊല്ലി തുടങ്ങാത്ത ഒരു കാര്യത്തിലും ബറക്കത്തില്ല എന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചതാ. അതുകൊണ്ട് അത് വളരെ ഗൗരവത്തോടുകൂടെ നാം ഓരോരുത്തരും ശ്രദ്ധിച്ച് നല്ല കൃത്യമായി മനസ്സിലാക്കണം. നമ്മൾ പുതിയ കാലത്ത് ഭക്ഷണം കഴിക്കുമ്പോൾ പുതിയ മോഡേൺ രൂപത്തിൽ രണ്ട് കൈകളെ കൊണ്ടൊക്കെ കഴിക്കുന്ന രൂപമൊക്കെ ഉണ്ടാകും. ഇടത് കൈ കൊണ്ട് ചിലപ്പോൾ കഴിക്കേണ്ട സാഹചര്യം, അങ്ങനെയുള്ള സാഹചര്യമൊക്കെ വരുമ്പോഴും നമ്മൾ വലത് കൈ കൊണ്ട് തന്നെ കഴിക്കുക, നമ്മുടെ മക്കൾ അങ്ങനെ ശീലിപ്പിക്കുക. ഒക്കെ പൈശാചിക ഉപദ്രവങ്ങളിൽ നിന്നും ഷെറിൽ നിന്നും രക്ഷപ്പെടാൻ കാരണമാകും. നിന്ന് കുടിക്കുന്ന ഒരാളെ കണ്ട ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അയാളോട് ഛർദ്ദിക്കാൻ വൊമിറ്റ് ചെയ്യാൻ പറഞ്ഞു എന്നുള്ളതാണ്. എന്തിനാണെന്ന് അയാളങ്ങനെ, നിൻ്റെ കൂടെ ഒരു പൂച്ചയും കുടിക്കുന്നെങ്കിൽ നീ കുടിക്കുന്നെങ്കിൽ എന്ന് ചോദിച്ചു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ. അപ്പോൾ പറഞ്ഞു, ഇല്ല, എനിക്കങ്ങനെ എൻ്റെ കൂടെ ഒരു പൂച്ചയും കൂടെ കഴിക്കുന്ന ഇഷ്ടമില്ല എന്ന് പറഞ്ഞപ്പോൾ, ആ പൂച്ചയേക്കാൾ നികൃഷ്ട ജീവി നിന്നോടൊപ്പം ചേർന്ന് കുടിക്കുന്നുണ്ട്, അതാണ് പിശാച്. അതുകൊണ്ട് നീ നിന്ന് കുടിക്കല്ലേ, ഇരുന്ന് കുടിക്കുന്നത്. നമ്മൾ ഗൗരവത്തോടു കൂടെ കാണണം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിച്ചു കൊടുത്താണ് സ്വഹാബാക്കൾക്ക്. നമ്മളിന്ന് പുറത്ത് ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ
ചിലപ്പോൾ ചെറിയ തട്ടുകടയിൽ നിന്നൊക്കെ കഴിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ നിന്ന് കുടിക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ഇരുന്നു എന്ന് പറയാൻ പറ്റുന്ന രൂപത്തിൽ ഒന്ന് ചാരി ഇരുന്നിട്ടെങ്കിലും കുടിക്കുന്ന രൂപത്തിലേക്കാകുക എന്നുള്ളതാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ പൈശാചിക ദുർബോധനയിൽ നിന്നും ഉപദ്രവത്തിൽ നിന്നും രക്ഷ നേടാൻ എത്ര ദിക്റുകളാണ് പറഞ്ഞത്. ഒരാൾ തൻ്റെ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും ബിസ്മി ചൊല്ലിയാൽ ഷെയ്ത്വാൻ തൻ്റെ കൂട്ടാളികളോട് പറയും, ഇനി നിങ്ങൾക്ക് ഈ വീട്ടിൽ രാപ്പാർക്കാൻ കഴിയില്ല, അന്തിഭക്ഷണവുമില്ല. അതേസമയം ബിസ്മി ചൊല്ലാതെ വീട്ടിൽ കടന്നാൽ പിശാച് മക്കളോട് പറയും, നിങ്ങൾക്കിവിടെ കിടന്നുറങ്ങാം, നിങ്ങൾക്കിവിടെ രാപ്പാർക്കാം. ഭക്ഷണം കഴിക്കുമ്പോഴും ബിസ്മി ചൊല്ലിയില്ലെങ്കിലോ പിശാച് പറയും, നിങ്ങൾക്കിവിടെ അന്തിപ്പാർപ്പുമുണ്ട്, അന്തിഭക്ഷണവുമുണ്ട് എന്ന്. ഇതൊക്കെ ആരെങ്കിലും പറയുന്നതല്ല, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്. ഇമാം അഹമ്മദ് ഇമാം അഹമ്മദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നതാണ്. വളരെ പ്രധാനപ്പെട്ട ഹദീസാണ്. അപ്പോൾ നമ്മൾ വളരെ ഗൗരവത്തോടു കൂടെ അത് മനസ്സിലാക്കണം. ഇപ്പോൾ ചില കുട്ടികളൊക്കെ നല്ല വാശിയിൽ കരയുന്ന കാണാറില്ലേ? രാത്രിയൊക്കെ കിടന്നുറങ്ങുമ്പോൾ ഒരു ഉറക്കമില്ലാണ്ട് കരയുന്ന കാണാം, വളരെയധികം പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കാണാം. അപ്പോൾ എന്താ കാരണം? അത് ചിലപ്പോൾ പൈശാചികമായ ഒരു ഉപദ്രവം കൊണ്ടായിരിക്കാം, പൈശാചികമായ ചില ഷെറുകളെ കൊണ്ടായിരിക്കാം. അത് നമ്മുടെ മക്കൾക്ക് നല്ല ഏലസ് കെട്ടിക്കൊടുക്കുക, ഹൈഫ്ദിനുള്ളത് കെട്ടിക്കൊടുക്കുക, അതൊക്കെ ചെയ്തു കൊടുത്താൽ നല്ല ഫലം കിട്ടും. അപ്പോൾ നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഇത്ര പൈശാചിക സാന്നിധ്യം ഉപദ്രവങ്ങൾ ഉള്ളതിൽ നിന്നൊക്കെ മാറി നിൽക്കാം. ഇപ്പം രാത്രി മുന്നിട്ട് വരുമ്പോൾ, രാത്രിയായാൽ വൈകുന്നേര സന്ധ്യാസമയങ്ങളിൽ നിങ്ങൾ കുട്ടികളെ വീടുകളിൽ തടഞ്ഞു നിർത്തുക, അവരെ പുറത്തു വിടരുത്. കാരണം പിശാചുകൾ ആ സമയത്താണ് പുറത്ത് ഇറങ്ങി നടക്കുന്നത്. അതുകൊണ്ട് സന്ധ്യാസമയമായി കഴിഞ്ഞാൽ നിങ്ങൾ മക്കളെ പുറത്തു വിടരുത്. ബിസ്മി ചൊല്ലിയിട്ട് വാതിലടക്കുക, ബിസ്മി ചൊല്ലിയിട്ട് വിളക്കണക്കുക, ബിസ്മി ചൊല്ലിയിട്ട് പാത്രങ്ങൾക്കൊക്കെ അതിന് മൂടി വയ്ക്കുക, ബിസ്മി ചൊല്ലിയിട്ട് അതിൻ്റെ എല്ലാ വിഷയങ്ങളിലേക്കും നിങ്ങൾ പ്രവേശിക്കുക. അപ്പോൾ സന്ധ്യാസമയമായി കഴിഞ്ഞാൽ, സൂര്യൻ അസ്തമിക്കുന്ന സമയം, ആ സമയത്തൊക്കെ യഥാർത്ഥത്തിൽ പൈശാചികമായ വിഷയങ്ങളൊക്കെ കൂടുതൽ, പിശാചുക്കളൊക്കെ പുറത്തിറങ്ങി നടക്കുന്ന സമയമാണ്. കുട്ടികളിലേക്ക്, സ്ത്രീകളിലേക്കൊക്കെ ഇത് പെട്ടെന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ഇതിൻ്റെ ഷെറുകൾ. അപ്പോൾ അത്തരം വിഷയങ്ങളൊക്കെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രധാനമായിട്ട് ആ സമയത്ത് കുട്ടികളെ പുറത്തിറക്കാതിരിക്കുക. അതേപോലെ തന്നെ ബിസ്മി ചൊല്ലിയിട്ട് പാത്രം മൂടി വെക്കുക. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസാണത്. വാതിലുകൾ പൂട്ടുക, പാത്രങ്ങൾ അടച്ചു വെക്കുക, വെള്ളപാത്രങ്ങൾക്ക് മൂടിയിടുക, വിളക്കണക്കുക. കാരണം പിശാച് ബിസ്മി ചൊല്ലി പൂട്ടിയ വാതിൽ ഒരിക്കലും തുറക്കില്ല, മൂടി നീക്കാൻ കഴിയുകയില്ല, പാത്രം തുറക്കാൻ കഴിയുകയില്ല. അപ്പോൾ നോക്കൂ നിങ്ങൾ, ഒരു ഗ്ലാസ് ബിസ്മി ചൊല്ലിയിട്ട് മൂടി, എന്നാൽ അതിൽ നിന്ന് പിശാചിൻ്റെ സാന്നിധ്യം ഉണ്ടാകില്ല. ഒരു ഭക്ഷണത്തിൻ്റെ പാത്രം അങ്ങനെയാണ് മൂടിയത്, വാതിലുകൾ അങ്ങനെയാണ് അടച്ചത്, എന്നാൽ അവർക്കതിലേക്ക് പ്രവേശിക്കാൻ കഴിയൂല. ഇതൊക്കെ അഭൗതികമായ ചില ശക്തികളാണല്ലേ, നമുക്ക് നമ്മുടെ നഗ്നനേത്രങ്ങളെ കൊണ്ട് കാണാൻ സാധിക്കാത്ത എന്നാൽ ചിലപ്പോൾ സാധിക്കുന്ന അത്തരം ചില ശക്തികളാണിത്. ഈ ശക്തികൾക്കൊക്കെ ചിലപ്പോൾ വാതിലിൻ്റെ ഉള്ളിലൂടെ തന്നെ വരണം എന്നില്ല. പക്ഷേ നമ്മൾ വാതിലുകളൊക്കെ അടക്കുന്ന സമയത്ത് ബിസ്മി ചൊല്ലി അടഞ്ഞാൽ അവിടെ ആത്മീയമായിട്ടുള്ളൊരു കവചം അവിടെ ഉണ്ടാകും. പിന്നെ അതിനപ്പുറത്തേക്ക് അവർക്ക് പ്രവേശിക്കാൻ കഴിയുകയില്ല എന്നുള്ളതാണ്. നിങ്ങളിലൊരാൾ വീടരുമായി ബന്ധപ്പെടുമ്പോൾ, നിങ്ങളുടെ ഭാര്യയുമായി ബന്ധപ്പെടുമ്പോൾ, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ കോണ്ടാക്ട് ചെയ്യുമ്പോൾ, ബന്ധപ്പെടുന്ന സമയത്ത് അല്ലാഹുമ്മ ജന്നിബിന ഷൈത്വാന വ ജന്നിബി ഷൈത്വാന മാ റസഖ്തനി എന്നൊരുവിട്ട് കഴിഞ്ഞാൽ അവർക്കിടയിൽ ജനിക്കുന്ന കുട്ടിയെ പിശാച് ഉപദ്രവിക്കുകയില്ല, ഈ കുട്ടിക്ക് മേൽ പിശാചിനെ അധികാരപ്പെടുത്തുകയുമില്ല, പിശാചുമായി ബന്ധപ്പെട്ട ഷെറുകളെ തൊട്ടൊക്കെ കാവല് നൽകപ്പെടും. ഏതേതു വിഷയങ്ങൾക്കും പൈശാചിക ഉപദ്രവങ്ങൾ ലഭിക്കാതിരിക്കാൻ ഒരുപാട് ദിക്റുകളും ദുആകളും ഉണ്ട്. നമ്മൾ എത്രയോ ദിക്റുകളും ദുആകളും നമ്മുടെ പ്രദോഷ മജ്ലിസുകളിൽ വെച്ച് ചൊല്ലാറുണ്ട്. വിറുദുൽ ലത്തീഫിലൊക്കെ ഒരു പിടിയോളമുണ്ട്. റബ്ബി അഊദു ബിക മിൻ ഹമസാത്തി ഷയാത്തീൻ വ അഊദു ബിക റബ്ബി അൻ യഹ്ളുറൂൻ അഊദു ബികലിമാത്തില്ലാഹി താമ്മാതി മിൻ ശർരി മാ ഖലഖ് അഊദു ബികലിമാത്തില്ലാഹി താമ്മത്തി മിൻ കുല്ലി ശൈത്വാനിൻ വഹാമ്മ വമിൻ കുല്ലി ഐനിൻ ലാമ്മ. ഒരുപാട് തഅവൂദിൻ്റെ പദങ്ങളുണ്ട്. ഇപ്പോൾ നമ്മൾ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ കോണ്ടാക്ട് ചെയ്യുമ്പോൾ നിർബന്ധമായിട്ടും നമ്മൾ ചൊല്ലിയിരിക്കേണ്ടതാണ് അല്ലാഹുമ്മ ജന്നിബിന ഷൈത്വാന വ ജന്നിബി ഷൈത്താന മാ റസഖ്തനി എന്നുള്ളത്. അതേപോലെ തന്നെ അങ്ങനെ ഉണ്ടാകുന്ന കുട്ടികളിൽ പൈശാചികമായ ഉപദ്രവങ്ങൾ ഉണ്ടാകൂല.
അപ്പോൾ നമ്മൾ ഇന്നിങ്ങനെ ഇളകിക്കൊണ്ടിരിക്കുന്ന, ഇന്ന് പൈശാചിക ഉപദ്രവങ്ങൾ നന്നായിട്ട് ബാധിച്ചുകൊണ്ടിരിക്കുന്ന ഇത്തരം കുട്ടികൾക്കൊക്കെ വളരെ ചെറുപ്പത്തിൽ തന്നെ ഇതിൻ്റെ ലക്ഷണങ്ങൾ ഇങ്ങനെ കാണിച്ചിങ്ങനെ വന്നിരിക്കും. അപ്പോഴൊന്നും നമ്മൾ അവരിലുള്ള പൈശാചികമായ ഇത്തരം സാന്നിധ്യങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവില്ല. അങ്ങനെ ഇവർ പ്രായപൂർത്തിയായൊക്കെ കഴിഞ്ഞാൽ ഇബാദത്തിലൊക്കെ കുറച്ച് കണിശത രക്ഷിതാക്കൾ ഉണ്ടാക്കും. അപ്പോൾ ഇബാദത്തിലുള്ള ഈ കണിശതയും ഈ പിശാചിൻ്റെ ലക്ഷ്യവും തമ്മിൽ വൈരുദ്ധ്യമാകണം. അതുകൊണ്ടാണ് ആ സമയത്ത് അവർ കൂടുതൽ ഇളകി പറയലും പലതും വിളിച്ചു പറയലൊക്കെ ചെയ്യുന്നത്. ഏതെങ്കിലും സ്ഥലത്തേക്ക് നമ്മൾ മന്ത്രിക്കാൻ വേണ്ടി കൊണ്ടുപോകുമ്പോൾ, ഏതെങ്കിലും ആത്മീയമായ പരിഹാരം നടത്താൻ വേണ്ടി ഉസ്താദുമാരുടെ അടുക്കലോ തങ്ങന്മാരുടെ അടുത്തോ കൊണ്ടുപോകുമ്പോൾ പെട്ടെന്ന് ഇളകാൻ കാരണം എന്താ? പിശാചിൻ്റെ ലക്ഷ്യവും ഈ ഇവിടെ നിന്ന് നിർദ്ദേശിക്കപ്പെടുന്ന നിർദ്ദേശവും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മുഗായറത്ത്, അതിന് മുഖാലിഫായതുകൊണ്ടാണ്. അതുകൊണ്ടാണ് പെട്ടെന്ന് അത്തരം സന്ദർഭങ്ങളിലൊക്കെ ഇളകുന്നത്. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത്, തുടക്കം മുതലേ നമ്മൾ ശ്രദ്ധയോടുകൂടെ ഇതിലേക്ക് ഇറങ്ങിയാൽ വലിയ ബറക്കത്ത് ലഭിക്കും, പൈശാചിക ഉപദ്രവങ്ങളിൽ രക്ഷ നേടാൻ സാധിക്കും. അപ്പോൾ നമ്മളൊക്കെ ഉറങ്ങുന്ന സമയത്ത് പിശാച് നമ്മുടെ മൂർദാവിൽ 3 കെട്ടുകൾ കെട്ടുന്ന ആളാണ്. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസാണ്. ആ 3 കെട്ടുകൾ കെട്ടിയിട്ട് ഓരോ കെട്ടിന്മേലും രാത്രി സുദീർഘമാണ് ഉറങ്ങിക്കൊള്ളുക എന്ന് മുദ്രണം ചെയ്യും. ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ് ദിക്റ് ചൊല്ലിയാൽ ഒരു കെട്ടഴിയും. ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ് ദിക്റ് ചൊല്ലിയിട്ട് വുളു എടുത്താൽ 2ാമത് കെട്ടഴിയും. നിസ്കരിച്ചു കഴിഞ്ഞാൽ കെട്ടുകളെല്ലാം അഴിയും. അതോടെ അവൻ്റെ മനസ്സ് പരിശുദ്ധനായി ഉന്മേഷവാനായി അവൻ മാറും. ഇത് ചൊല്ലിയില്ലെങ്കിലോ മനസ്സ് ദുഷിച്ച മടിയനായി മാറുകയും ചെയ്യും. നിങ്ങൾ നോക്കൂ, ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസാണ്, സ്വഹീഹായ ഹദീസാണ്. ഇത് കൃത്യമായിട്ട് ഹദീസിൽ വന്നതാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്. യാഥാർത്ഥ്യമില്ലാത്തതൊന്നും ഹബീബായ തങ്ങൾ പറയുന്നില്ല. വമാ യന്തിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹ. അള്ളാഹുവിൻ്റെ വഹ്യ് പ്രകാരമാണ് അവിടുന്ന് ഉച്ചരിക്കുന്നതെല്ലാം. അതുകൊണ്ട് വളരെയധികം ഗൗരവത്തോടുകൂടെ മനസ്സിലാക്കുക. നമ്മൾ രാവിലെ സുബഹിക്ക് എഴുന്നേൽക്കാതെ കിടന്നുറങ്ങുമ്പോൾ യഥാർത്ഥത്തിൽ മനസ്സ് ദുഷിച്ച് പൈശാചിക ദുർബോധനയോടുകൂടെയാണ് യഥാർത്ഥത്തിൽ അവൻ പ്രഭാതത്തിലേക്ക് പ്രവേശിക്കുന്നത്. നിങ്ങൾ ഉറക്കിൽ നിന്ന് എഴുന്നേറ്റാൽ വുളു ചെയ്യുമ്പോൾ 3 പ്രാവശ്യം മൂക്കിൽ വെള്ളം കയറ്റിയിട്ട് ചീറ്റണം. കാരണം പിശാചവൻ്റെ തരിമൂക്കിന്മേൽ രാപ്പാർക്കും. ഇത് മുത്തഫഖുൻ അലൈഹി ഹദീസാണ്. മുത്തഫഖുൻ അലൈഹി എന്ന് പറഞ്ഞാൽ ഹദീസിൻ്റെ ലോകത്ത് അറിയപ്പെട്ട 2 പണ്ഡിതന്മാരാണ് ബുഖാരിയും മുസ്ലിമും റളിയല്ലാഹു അൻഹുമാ. ബുഖാരി ഇമാമും മുസ്ലിം ഇമാമും റിപ്പോർട്ട് ചെയ്ത വളരെ പ്രധാനപ്പെട്ട ഒരു ഹദീസാണ്. നമ്മുടെ തരിമൂക്കിന്മേൽ പിശാച് രാപ്പാർക്കും. അതുകൊണ്ട് നിങ്ങൾ ഉറക്കിൽ നിന്ന് എഴുന്നേറ്റാൽ ഉടനെ വുളു ചെയ്യുമ്പോൾ 3 തവണ മൂക്കിൽ വെള്ളം കയറ്റിയിട്ട് ചീറ്റണം. നിസ്കാരത്തിൽ നിങ്ങൾ സ്വഫുകൾ ചേർന്ന് നിൽക്കുക. സ്വഫുകൾക്കിടയിൽ അകലം വരാതെ അടുത്തു നിൽക്കുക. ചുമലുകൾ നേരെയാക്കുക. കാരണം മുഹമ്മദിൻ്റെ ശരീരം ഏതൊരുവൻ്റെ കയ്യിലാണോ അവനെ തന്നെയാണ് സത്യം. സ്വഫിൻ്റെ വിടവുകൾക്കിടയിലെ ചെറിയ ആ വിടവുകൾക്കിടയിൽ പിശാച് അവിടെ കയറുന്നുണ്ട്. അള്ളാഹു നമുക്കൊക്കെ വലിയ കാവല് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇങ്ങനെ ഇപ്പോൾ പറഞ്ഞതും പറയാത്തതുമായ എത്ര ഹദീസുകളെന്നറിയോ? പൈശാചിക ഉപദ്രവങ്ങളുമായി ബന്ധപ്പെട്ട ഹദീസുകൾ. നമ്മുടെ വീട്ടിലും നമ്മുടെ റോഡിലും നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോഴും നമ്മൾ ഭോഗിക്കുമ്പോഴും ഉറങ്ങുമ്പോഴും വിസർജനം ചെയ്യുമ്പോഴും ഇങ്ങനെ തുടങ്ങി ദൈനംദിന ജീവിതത്തിൽ നമ്മൾ പാത്രം അടച്ചു വെക്കുന്ന സമയം, വാട്ടർ ബോട്ടിൽ എടുത്തു വെക്കുന്ന സമയം, വീട്ടുപകരണങ്ങളുമായി ബന്ധപ്പെടുന്ന സമയം, നിസ്കാര പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെടുന്ന സമയം, ഇബാദത്തുകളിൽ ഏർപ്പെടുന്ന സമയം പിശാചുകൾക്കുള്ള സ്വാധീനവും സമ്പർക്കവും വളരെ വ്യക്തമാണെന്ന് ഈ ഹദീസുകളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതിനൊക്കെയുള്ള പരിഹാരം എന്ന് പറയുന്നത് ദിക്ർ, ദുആ, പ്രാർത്ഥന ഓരോന്നിനും ചൊല്ലേണ്ടത് അതതു സമയങ്ങളിൽ ചൊല്ലുക എന്നുള്ളതാണ്. അത് കൃത്യമായി ചൊല്ലിയിട്ട് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന രൂപത്തിൽ നമ്മുടെ ജീവിതത്തിനെ ക്രമപ്പെടുത്തിയാൽ തീർച്ച ഇത്തരം ബുദ്ധിമുട്ടുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുകയില്ല. പൈശാചിക ദുർബോധനകൾ ഉണ്ടാകുകയില്ല. ഒരു പിശാചിനും നമ്മെ സമീപിക്കാൻ പോലും കഴിയുകയില്ല. അതാണ് വിശുദ്ധ ഖുർആനിൽ തുടക്കത്തിൽ നാം ഓതി വച്ചിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ആയത്ത്. സൂറത്തുൽ ഇസ്രായിലെ 65-ാമത്തെ ആയത്ത് അവസാനിക്കുന്നത് തന്നെ ഇങ്ങനെയാണ്: ഇന്ന ഇബാദി ലൈസ ലക അലൈഹിം സുൽത്താൻ വകഫാ ബിറബ്ബിക വകീലാ. അല്ലാഹുവിൻ്റെ ഇഷ്ടപ്പെട്ട അടിമകൾ. ആ ഇഷ്ടപ്പെട്ട അടിമകൾ ആരാ? ഇങ്ങനെ ഓരോ സമയത്തും ദിക്റുകളിലും ദുആകളിലും ആയിട്ട് അവൻ്റെ സമയം ചെലവഴിക്കുന്നത്,
അവർ പാത്രം മൂടി വെക്കുമ്പോൾ ബിസ്മി ചൊല്ലി മൂടി വെക്കുന്നു. അവർ ഡോറുകൾ അടക്കുമ്പോൾ ബിസ്മി ചൊല്ലി ഡോർ അടയ്ക്കുന്നു. മക്കൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ, സ്വന്തം ഭക്ഷണം കഴിക്കുമ്പോൾ, അവർ അവരുടെ ജീവിതത്തിൽ ഏതേത് വിഷയങ്ങളിലേക്ക് ഇറങ്ങുമ്പോഴും ഇങ്ങനെ ബിസ്മിയും അഊദുവും റബ്ബി അഊദു ബിക മിൻ ഹമസാത്തി ഷയാത്തീൻ തുടങ്ങിയ തഅവ്വുദിൻ്റെ ഒരുപാട് ദിക്റുകളും ദുആകളും ചൊല്ലിക്കൊണ്ടിരിക്കുന്നവർക്ക് ലൈസ ലക അലൈഹിം സുൽത്താൻ, നിനക്ക് അവരെ പിഴപ്പിക്കാൻ കഴിയില്ല എന്ന് അള്ളാഹു പറയുന്നത് നമ്മെക്കുറിച്ചാകണോ പ്രിയമുള്ളവരെ? നാം ആ രൂപത്തിലായിരിക്കണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇനി പിശാചുബാധ, സെഹറുബാധ ഇങ്ങനെ തുടങ്ങിയിട്ട് പൈശാചിക ഉപദ്രവത്തിൻ്റെ ഒരു ചെറിയ ലെവലാണ് നമ്മളിവിടെ വിശദീകരിച്ച്. ഇനി കുറച്ചും കൂടെ കയറിക്കഴിഞ്ഞാൽ ചില മൂർത്തികൾ, ചില പൈശാചിക ബുദ്ധിമുട്ടുകൾ അങ്ങേയറ്റം വരുന്നതൊക്കെ ഉണ്ട്. അത്തരം വിഷയങ്ങളൊക്കെ ഇൻഷാ അള്ളാഹ് ആവശ്യമെങ്കിൽ സമയം പോലെ നമ്മൾ പറയാം. ചില ആളുകളൊക്കെ ഇവിടെ വരുമ്പോൾ നന്നായിട്ട് ഇളകലുണ്ട്. ഒരിക്കൽ ഇവിടെ വന്നപ്പോൾ നമ്മൾ ഒരു ഇളകിയ ഒരു ടീം, ഒരു കേസ്, ആ കേസിൽ നമ്മൾ ഇടപെട്ടപ്പോൾ നമ്മൾ ഇവിടെ വന്നു. ഞാൻ അത്രയും ഇളക്കത്തിൻ്റെ കേസുകൾ ഇപ്പോൾ കുറച്ചായിട്ട് എടുക്കലില്ല, സമയം ഉണ്ടാവാറില്ല. അപ്പോൾ അത് വന്നപ്പോൾ നമ്മൾ അതിനൊഴിവാക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ ആ ഒഴിവാക്കുന്ന ആ പിശാച് വിളിച്ച് പറയുന്നുണ്ട്. ശരിക്കും ഇവരുടെ ഉള്ളിലൊരു പിശാചാണല്ലോ, ഒരു ഷെയ്ത്വാനാണല്ലോ, അതിൻ്റെ പേരൊക്കെ എനിക്കറിയാം, ഞാനത് ഇപ്പോൾ ഇവിടെ പബ്ലിക്കിൽ പറയുന്നില്ല. വിളിച്ച് പറയുന്നുണ്ട്, ഞാനങ്ങനെ പോകില്ല, എന്നെ പലക കൊണ്ടുവരണം, പലകയിലേക്ക് തളിക്കണം, എന്നാലേ ഞാൻ പോകുള്ളൂ എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ പലകയിലേക്കും മണ്ണിലേക്കും അതേപോലെ തന്നെ ചില വിഷയങ്ങളിലേക്കൊക്കെ തിളയ്ക്കേണ്ട രൂപങ്ങളൊക്കെ നമുക്കറിയാം. അതിനൊക്കെ സമയമെടുത്ത് സാവധാനത്തിൽ ചൊല്ലിയിട്ട് ചെയ്യേണ്ടതാണ്. അതിനുള്ള സമയമൊന്നും ഇവിടെ ഉണ്ടാവാറില്ല. അപ്പോൾ തൽക്കാലത്തിന് അവർക്കൊരു അടക്കം വെച്ച് നമ്മൾ പറഞ്ഞയച്ചു. അത് പോയിട്ടില്ല എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. അത് പോകാനായിട്ടില്ല. അത് പോകാൻ ഇളക്കി പറഞ്ഞയച്ച് അത് വരാതിരിക്കാനുള്ള കെട്ടും കൂടിയിട്ടിട്ടാണ് പറഞ്ഞയക്കേണ്ടത്. അതിന് സമയം ഉണ്ടായിട്ടില്ല. അപ്പോൾ അത്തരം ചില വിഷയങ്ങളൊക്കെ ഗൗരവമുള്ള ചില പൈശാചിക ഷെയ്ത്വാനിൻ്റെ വിഷയങ്ങളാണ്. അതുമായി ബന്ധപ്പെട്ടൊക്കെ കേൾക്കുന്നവർക്ക് അതിൻ്റെ വിഷയങ്ങളൊക്കെ ആവശ്യമെങ്കിൽ ഇൻഷാ അല്ലാഹ് മറ്റൊരു സമയത്ത് പറയാം. അള്ളാഹു നമുക്ക് കാവല് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.